കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിച്ച ഇടതു സർക്കാർ കേരളത്തിലെ തോട്ടം തൊഴിലാളികളെ വഞ്ചിച്ച സർക്കാരാണെന്ന് കെപിസിസി ജനറൽ സെക്രട്ടറി എസ് അശോകൻ. പീരുമേട് UDF സ്ഥാനാർത്ഥി സിറിയക് തോമസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പെരുവന്താനം കൊക്കയാർ മണ്ഡലം കമ്മിറ്റികൾ സംഘടിപ്പിച്ച മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിക്ക് അസൂയാവഹമായ സ്വാധീനമുള്ള നിയോജകമണ്ഡലമാണ് പീരുമേട്. അസൂയാവഹമായ സ്വാധീനം. പാർലമെന്റ് തെരഞ്ഞെടുപ്പൊക്കെ എത്ര വട്ടം ഭൂരിപക്ഷം? KK തോമസിനെ പോലെ അച്ചായനെ സ്നേഹിക്കാത്തവരും ബഹുമാനിക്കാത്തവരുമായി പീരുമേട്ടിൽ ആരും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചാണ് പീരുമേട്ടിലെ ജനങ്ങൾ KK തോമസ് എന്ന നമ്മുടെ ബഹുമാനായ കോൺഗ്രസ് നേതാവിനെ എന്നും എന്നും കണ്ടതും സ്നേഹിച്ചത്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ എന്നും പീരുമേട്ടിലെ ജനമനസ്സുകളിൽ നിറഞ്ഞ സാന്നിധ്യം. ആ പീരുമേട്ടിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി അപമാനകരമായ പരാജയത്തിലേക്ക് ഐക്യജനാധിപത്യ മുന്നണി തകർന്ന് തരിപ്പണമായതെന്ന കാര്യം നോക്കാം. ജയിച്ചതാണോ തോറ്റതാണോ തോൽപ്പിച്ചതാണോ എന്നൊക്കെയുള്ള കാര്യം നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് വേളയിൽ അങ്ങനെ ഒരു അഭിപ്രായം ഞാൻ പറയുന്നു. പക്ഷെ ഒരു കാര്യം എനിക്ക് പീരുമേട്ടിലെ UDF നേതൃത്വം വിചാരിച്ച ഏതത്ഭുതവും ആ അത്ഭുതം ഈ പ്രാവശ്യമെങ്കിലും നടന്ന് കാണണം. അപമാനകരമായ ചരിത്രം നമുക്കത് മാറ്റി എഴുതണം. കപ്പിനും ചുണ്ടിനുമിടയിൽ കഴിഞ്ഞ 2 വർഷം നഷ്ടപ്പെട്ടു പോയ മണ്ഡലം ഇത്തവണ തിരിച്ചു പിടിക്കുമെന്നും ഇതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങിയെന്നും എസ് അശോകൻ പറഞ്ഞു. 2 പഞ്ചായത്തുകളിലെ പ്രമുഖരായ വ്യക്തികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. തുടർന്ന് പെരുവന്താനം സെന്റ് ആന്റണീസ് കോളേജിലെത്തി വിദ്യാർത്ഥികളോട് വോട്ട് അഭ്യർത്ഥിച്ചു. DCC പ്രസിഡന്റ് CP മാത്യു, KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷി സേവിയർ, മുൻ DCC പ്രസിഡന്റ് ജോയ് മാത്യു, നേതാക്കളായ MD അർജുനൻ, ഷാജഹാൻ മഠത്തിൽ, ജോർജ് കൂറുമ്പുറം, മിനി സാബു, ഇന്ദു സുധാകരൻ, സണ്ണി തുരുത്തിപ്പള്ളി, ഷിനോജ് ജേക്കബ്, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു.